മടവൂര് ശൈഖുന അള്ളാഹു അവർക്ക് അധികാരം നൽകി. അവരാണിവിടെ ലോകത്തിന്റെ തദ്ബീർ അള്ളാഹു അധികാരം നൽകി നിയന്ത്രിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ല, മജാസിയായ പ്രയോഗവും അല്ല. യഥാർത്ഥത്തിൽ തന്നെ ഇവിടെ നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൈഖുനയാണ്. അത് അള്ളാഹു കൊടുത്ത അധികാരമാണ്. ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നാവും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നാവും. കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെന്നാവും. ഇപ്പൊ ഞാൻ ഈ മൊബൈൽ ഫോൺ ഒരാൾക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓണാക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ അത് പിന്നെ കൊടുക്കലാവും. അത് കൊടുത്തു കഴിഞ്ഞതാണ്. എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആളുകൾക്ക് നൽകുന്നു. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം അല്ലാഹു പറയൂല. കൊടുത്തു കഴിഞ്ഞാലും പിന്നെയും അധികാരം എനിക്ക് മാത്രം അല്ലാഹു പറയൂല. അള്ളാഹു ഒരു അധികാരം ഒരു ഔലിയാക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ കൊടുത്ത ഔലിയായിന് പിന്നീട് അയ്മനെ ഒന്നും ചെയ്യാൻ പറ്റൂല. എങ്ങനെ അള്ളാഹ്ക്ക് പിന്നെ ഈ ഔലിയായിന്റെ കൈമൂലം ഒന്നും പറയാൻ പറ്റൂല. ആ അധികാരം അയാൾ കൊടുത്തുപോയി. കാരണം ഏതുപോലെ എന്റെ കയ്യിലുള്ള മൊബൈൽ ഫോണ് ഞാൻ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് എന്റെ അധികാരം കൊടുത്താവട്ടെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? ശരിയാവില്ലല്ലോ. അതുപോലെ തന്നെയാണ് എന്താണ് പറയുന്നത്. ഇല്ലില്ല അതേമാതിരിയാണ്. അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹ് കൈമേലെ ഒന്നും പറയാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെയാണ് അങ്ങനെയുള്ളത്. അപ്പൊ അത് നിങ്ങളുടെ വിശ്വാസം, അത് നിങ്ങളെ സംസ്ഥാനക്കാരുടെ ആണ്ട് കഴിക്കുന്ന വിവാഹം കഴിക്കുന്നതല്ല ഞാൻ ചോദിച്ചത്. ഒരാൾക്ക് ഒരു അധികാരം അള്ളാഹു കൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ആ അധികാരത്തിന്മേൽ അള്ളാഹുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, ഒന്നും ചെയ്യാൻ പറ്റൂല. അത് നിങ്ങളെ വിശ്വാസമാണോ? APEK മുജാഹിദ് ജമാഅത്ത് ആര് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാനൊരു AP വിഭാഗം EK-കാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഇല്ല എന്ന് പറയും. കാരണം അള്ളാഹ്ക്ക് ഏത് സമയത്തും ഏത് വലിയ ഏത് ടൈമിലും എന്ത് ചെയ്യാൻ പിൻവലിക്കാൻ അള്ളാഹുവിന് കഴിയുന്ന പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏതാന്ന് പറഞ്ഞുതരും. ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥയെ പറഞ്ഞല്ലോ. നിങ്ങളുടെ അവസ്ഥ കൊണ്ട് പറഞ്ഞുതരും. നിങ്ങൾ ഏതാണ്? ഏത് സുന്നിയാണെന്ന് പറഞ്ഞിരിക്കുക. പല സുന്നിയും